LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു ദിവസം എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം വന്നായിരുന്നു. പരസ്യം കൊടുത്തത് പിയാടിയാണ്. പരസ്യം എന്തായിരുന്നു? കഴിഞ്ഞ ഗവൺമെന്റ്, കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള UDF ഗവൺമെന്റിന്റെ കാലത്തെ പത്രവാർത്തകളും ഏതോ കാലത്തെ പത്രവാർത്തകളും ഈ കാലത്തെ പത്രവാർത്തകളെയും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ഇരുണ്ട കാലം പോയി എന്നൊക്കെ പറഞ്ഞ് ഇനി ആ ഇരുണ്ട കാലം വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണ്. ശരിക്കും പിയാടി ആ പരസ്യം കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം പിയാടി ഉദ്യോഗസ്ഥരുടെ ജോലി എന്താണ്? പ്രതിപക്ഷത്തിന്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതേ അല്ല. പിയാടിയുടെ ജോലി ഭരണപക്ഷത്തിന്റെ ഓരോ കാലഘട്ടത്തിലും ഭരണപക്ഷം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പബ്ലിക്കിലെത്തിക്കുക. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി അതാണ്. അവർക്കൊരു ജോലി ഇല്ല. കഴിഞ്ഞ കാല ഗവൺമെന്റ് ചെയ്ത് തെറ്റാണ്. കാരണം ഏതൊരു തുടർച്ചയാണ്. എല്ലാ കാലത്തെയും ഗവൺമെന്റിന്റെ നന്മകൾ മാത്രം പുറത്തു കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് PRD. തിന്മകൾ പറയുന്ന ഏജൻസി അല്ല. പക്ഷെ അവർ അങ്ങനെ ചെയ്തു. അതിനെ തുടർന്ന് 250 കോടി എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട്, 657 കോടി എന്നൊരു ചർച്ചയും നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് PRDയെ കൂടി ചേർത്തുകൊണ്ട് ഒരു അന്വേഷണം വരേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് അന്വേഷിക്കുന്നു. ഇതും അന്വേഷിക്കുമെന്ന് നമുക്ക് കരുതാം. 17 പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യങ്ങൾക്ക് 12 കോടി രൂപ കൊടുത്തതായിട്ടാണ് ഒരു കണക്ക്. 57 പത്രങ്ങൾക്ക് കോളം പരസ്യം 1.5 കോടി രൂപ. ഔട്ട്ഡോർ പബ്ലിസിറ്റിക്ക് 14.5 കോടി രൂപ. അത് ശരിയാണെന്നറിയില്ല, ഞാനൊരു കണക്ക് വായിക്കുകയാണ്. ഡോക്യുമെന്ററി നിർമ്മാണത്തിന് 5 കോടി രൂപ. അത് പക്ഷെ കറക്റ്റാണ്. പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള സർക്കാർ സെർവറുകളുടെ അറ്റകുറ്റപ്പണി 2.5 കോടി രൂപ. പിണറായി വിജയന്റെ മുഖം വെച്ചുള്ള 600 കൂറ്റൻ ഹോൾഡിങ്ങിന് 10 കോടി രൂപ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, കന്യാകുമാരി പോയല്ല, പാറശാല മുതൽ കാസർഗോഡ് വരെ 100 മീറ്റർ അകലത്തിൽ വെച്ച് ഈ ഫ്ലെക്സിൽ 100 മീറ്റർ ഇല്ല, എന്നാലും ഒരു 500 മീറ്റർ അകലത്തിൽ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. 2500 വരുന്ന KSRTC ബസ്സുകളിലും ദീർഘദൂര സർവീസുകളിലും സ്റ്റിക്കർ പതിപ്പിച്ചത് 2.5 കോടി രൂപ. ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്. ശരിക്കും 10 വലിയ മാളുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ചതിന് 30 ലക്ഷം രൂപ. ഏറനാട് പരശുരാം ട്രെയിനുകളിൽ പരസ്യം വെച്ചതിന് 10 ലക്ഷം രൂപ. മെട്രോ പില്ലറുകളിൽ 75 ബോക്സിൽ പരസ്യം വെച്ചത് 35 ലക്ഷം രൂപ. 5 ട്രെയിനുകളിലെ ബോഗിക്കകത്ത് റാപ്പി പരസ്യം ചെയ്തത് 60 ലക്ഷം രൂപ. റെയിൽവേ സ്റ്റേഷനുകളിൽ LED ഡിസ്പ്ലേ ചെയ്തത് 8 കോടി രൂപ. 24 ബസ് സ്റ്റേഷനുകളിൽ പരസ്യം വെച്ചത് 2 ലക്ഷം രൂപ വെച്ച്. 23 റെയിൽവേ സ്റ്റേഷനുകളിൽ പരസ്യം വെച്ചത് 53 ലക്ഷം രൂപ. 53 ജിങ്കിൾസ് ആണ് റെയിൽവേ സ്റ്റേഷനുകളിൽ. ഈ ഇതിൻ്റെ കൂടെ ഈ റേഡിയോ വരുന്നത് പോലെ ജിങ്കിൾസ് പറഞ്ഞിരുന്നു. അതിന് പരസ്യത്തിന് നിർമ്മാണത്തിന് വേണ്ടി ഒരു 5.5 കോടി രൂപ. സോഷ്യൽ മീഡിയ പ്രചരണത്തിന് 73 ലക്ഷം രൂപ. അത് 14 ജില്ലയ്ക്കും കൊടുത്തു. അങ്ങനെ 22 കോടി രൂപ. അങ്ങനെ 10 കോടി 22 ലക്ഷം രൂപ അങ്ങനെ വന്നു. സോഷ്യൽ മീഡിയ പ്രചരണത്തിന് 2 കോടി രൂപ. ചാനൽ യൂട്യൂബ് പരസ്യങ്ങൾക്ക് 37 കോടി രൂപ. റീൽസ് നിർമ്മാണത്തിന് 3 കോടി രൂപ. എത്ര രസമാണ്! മോഹൻലാൽ ഇന്റർവ്യൂവിന് 11.5 ലക്ഷം രൂപ. അതുപോലെ തന്നെ അങ്ങനെ എല്ലാം 227 കോടി രൂപയാണ് 3 മാസം കൊണ്ട് പിണറായി വിജയൻ പൊതുജനങ്ങളുടെ പണമെടുത്ത് ഇതിൽ കേരളത്തിലുടനീളം പ്രചരിപ്പിക്കുകയും പരസ്യം എന്ന പേരിൽ ജനങ്ങൾക്ക് വാരി കൊടുക്കുകയും ചെയ്തു. 1000 കോടി രൂപയുടെ ആസ്തിയുള്ള ഇനി ഇതിന്റെ രസകരമായെന്ന് പറഞ്ഞാൽ ഒരു 60 കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ മെഡിക്കൽ സർവീസിൽ നിന്ന് എന്ത് കിട്ടിയേനെ? ജനങ്ങൾക്ക് ഈ സ്റ്റെന്റും അതുപോലെ ഹൃദയത്തിലും വാൽവിലും ഒക്കെ വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ മുടങ്ങിയത്. അത് 60 കോടി രൂപയുടെ കടമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ആശാ വർക്കേഴ്സിന് ശമ്പളം കൊടുക്കാൻ എത്ര കോടി രൂപ വേണമായിരുന്നു? അങ്ങനെ ഓരോ കാര്യത്തിനും എടുക്കുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ 277 കോടി രൂപ അടിച്ചു പൊളിച്ചു എന്നുള്ളതാണ്. അതിൽ 657 കോടി രൂപ എന്നൊരു കണക്ക് വരുന്നുണ്ട്. അത്രയും വരുന്നില്ല. എന്തായാലും ഒരു 300 കോടിക്കകത്ത്, ഒരു 267-300 കോടിക്കകത്ത് തുക കഴിഞ്ഞ സർക്കാർ LDF സർക്കാർ ഇത്തരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. ആ തുകയുടെ വിനിയോഗത്തെ സംബന്ധിച്ച് ഒരു ധവളപത്രത്തിലൂടെ പുറത്തു വരണം. ഇത് ജനങ്ങൾ അറിയാനാണ്. കാരണം ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ മുഖം കാണിക്കാനും LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് കേരളം മുഴുവൻ ഫ്ലെക്സ് വയ്ക്കാനും നടത്തിയ ഒരു പ്രചരണ പരിപാടി. അത് വച്ചത് കൊണ്ടാണ് തോറ്റതെന്ന് LDFകാരും CPMകാരും പറയുന്നു. അത് വേറെ കഥ. പക്ഷെ ജയിച്ചിരുന്നെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ വച്ചതുകൊണ്ടാണ് നമ്മൾ ജയിച്ചതെന്ന്. എന്തായാലും വലിയ ഒരു നഷ്ടമാണ് കേരള സമൂഹത്തിനുണ്ടായിരിക്കുന്നത്. 300 കോടി രൂപ പരസ്യം ചെയ്ത ഇനത്തിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PRDയെ കുറിച്ചും ഈ പരസ്യങ്ങളെക്കുറിച്ചും സമഗ്രമായ ഒരു അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഒരു അന്വേഷണം കേരളത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. തീർച്ചയായിട്ടും അത് നടക്കട്ടെ. ഇത്രയും കോടി രൂപയുടെ പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള അഴിമതി എത്രയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഗൗരവമായൊരു വിഷയമാണ്. പുതിയ സർക്കാർ ഇതുകൂടി അന്വേഷിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.